എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാത്രികാലങ്ങളിൽ കുഞ്ഞു വെളിച്ചപ്പൊട്ടുകളുമായി സാവധാനം പറന്നു നീങ്ങുന്ന മിന്നാമിനുങ്ങുകളെ സ്നേഹിക്കാത്ത ആരാണ് ഉണ്ടാവുക? ഇന്ന് നമുക്ക് ഈ സാധു ജീവിയെക്കുറിച്ച് അല്പം അറിയാം. രാത്രി സമയത്ത് മിന്നാമിനുങ്ങിനെ കണ്ടു എന്ന് പറയുന്ന പലരും മിന്നാമിനുങ്ങിൻ്റെ ഇത്തിരി വെളിച്ചമേ സത്യത്തിൽ കണ്ടു കാണൂ. ആ ജീവിയെ കാണാൻ വെളിച്ചം വേറെ വേണം. വണ്ട് കുടുംബത്തിൽപ്പെട്ട ഒരു ഷഡ്പദമാണ് മിന്നാമിനുങ്ങ്. ലാംബറിഡേ എന്നാണ് ഇവരുടെ കുടുംബം അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് മിന്നാമിനുങ്ങിനെ കൂടുതലായി കാണപ്പെടുന്നത്. ഏതാണ്ട് 1900 ഇനങ്ങളിൽപ്പെട്ട മിന്നാമിനുങ്ങുകളെയാണ് ഉഷ്ണമേഖലകളിൽ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന മിന്നാമിനുങ്ങിൻ്റെ ശാസ്ത്രനാമം ലാംബറിസ് നൊക്ടിലൂക്ക എന്നാണ്. സാധാരണ പ്രാണികൾക്ക് ഉള്ളതുപോലെ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിന് ശിരസ്, ഉരസ്, ഉദരം എന്നീ 3 പ്രധാന ഭാഗങ്ങൾ കാണാൻ സാധിക്കും. 5 മുതൽ 25 മില്ലിമീറ്റർ ആണ് ശരീരത്തിൻ്റെ നീളം. മിന്നാമിനുങ്ങുകളിൽ ആൺവർഗത്തിന് മാത്രമേ പറക്കാൻ ചിറകുകളുള്ളൂ. പെൺവർഗം പുഴുക്കളെ പോലെയാണ്. രാത്രി സമയത്ത് പുല്ലിലും കല്ലുകൾക്കിടയിലും മറ്റും ഇവ തിളങ്ങുന്നത് കണ്ടിട്ടില്ലേ? ആൺമിന്നാമിനുങ്ങിൻ്റെ തലയിൽ വലിയ 2 കണ്ണുകളും നീളമുള്ള 2 ആൻറ്റിനകളുമുണ്ട്. ഇതുകൂടാതെ 2 ജോഡി ചിറകുകൾ കൂടി അവയുടെ ശരീരത്തിലുണ്ട്. മറ്റു വണ്ടുകളെ പോലെ പുറമേയുള്ള ചിറകുകൾക്ക് കട്ടി കൂടുതലായിരിക്കും. അടിയിലുള്ള ചിറകുകളാണ് ഇവ പറക്കാൻ ഉപയോഗിക്കുക. മിന്നാമിനുങ്ങിൻ്റെ ശരാശരി ആയുസ് 2 മാസമാണ്. മിന്നാമിനുങ്ങ് മനുഷ്യന് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത പ്രാണിയാണ്. അത് നമ്മെ കടിക്കുകയില്ല. ഒരു രോഗത്തെയും ഇവ വഹിക്കുന്നുമില്ല. ധൈര്യമായി നമുക്ക് അതിനെ കയ്യിലെടുത്ത് നോക്കാവുന്നതാണ്. അധിക ഇനം മിന്നാമിനുങ്ങുകളുടെയും സാധാരണ ഭക്ഷണം പൂന്തേനും പൂമ്പൊടിയുമൊക്കെയാണ്. എന്നാൽ ഇവയുടെ ലാർവകൾ നോൺ വെജിറ്റേറിയനുമാണ്. ചത്ത നത്തയ്ക്ക, ഒച്ച് തുടങ്ങിയ ജീവികളുടെ നീര് വലിച്ചെടുത്താണ് ഇവ ജീവിക്കുന്നത്. എന്നാൽ മുതിർന്ന മിന്നാമിനുങ്ങുകളാവട്ടെ ഒരു ആഹാരവും കഴിക്കില്ല. പട്ടിണി കിടന്നും അവ മിന്നിക്കോളും. മിന്നാമിനുങ്ങുകളിൽ ആണും പെണ്ണും പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. രാത്രി സമയത്ത് വഴി കാണാനോ മറ്റുള്ളവരെ വഴി കാണിക്കാനോ ആണ് ഈ വെളിച്ചം അവർ പുറപ്പെടുവിക്കുന്നതെന്ന് കരുതിയെങ്കിൽ നമ്മൾ തെറ്റി. ഇണയെ ആകർഷിക്കുക എന്നതാണ് പ്രധാനമായും ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ പക്ഷികളെയും മറ്റും ഭയപ്പെടുത്തി അവയുടെ ആക്രമണം തടയുക, ഇരകളെ ആകർഷിക്കുക മുതലായ കാര്യങ്ങൾക്കും ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു. ഓരോ ഇനം മിന്നാമിനുങ്ങുകൾക്കും അവയുടെ പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് പ്രത്യേകമായ ഇടവേളകളും രീതികളുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺമിന്നാമിനുങ്ങ് ആൺവർഗത്തെ തിരഞ്ഞെടുക്കുന്നത്. മിന്നാമിനുങ്ങിൻ്റെ പ്രധാന ആകർഷണം അതിൻ്റെ പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവാണല്ലോ. മിന്നാമിനുങ്ങുകൾക്ക് മാത്രമല്ല, മറ്റു പല ജീവികൾക്കും, പ്രത്യേകിച്ച് കടലിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന ജെല്ലി ഫിഷുകൾക്കും അതിമനോഹരമായ പ്രകാശവർണ്ണങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. ഈ പ്രത്യേകതയ്ക്ക് ജൈവദീപ്തി എന്നാണ് പറയുക. മിന്നാമിനുങ്ങിൻ്റെ ഉദരത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് വെളിച്ചം വരുന്നത്. ഇതിൻ്റെ രഹസ്യം ആദ്യമായി കണ്ടെത്തിയത് 1885 ഡ്യൂബോയ്സ് എന്ന ശാസ്ത്രജ്ഞനാണ്. മിന്നാമിനുങ്ങിൻ്റെ ഉദരഭാഗത്തായി ശ്വസനനാളികൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ ഒരു കോശസമൂഹമുണ്ട്. അതിൽ ലൂസിഫെറിൻ എന്ന ഒരുതരം പ്രോട്ടീനും ലൂസിഫെറേസ് എന്ന ഒരുതരം എൻസൈമുമുണ്ട്. ഈ കോശസമൂഹത്തിനടുത്തായി പ്രകാശത്തെ പ്രതിഫലിക്കാൻ കഴിയുന്ന മറ്റൊരു കോശസമൂഹം കൂടി കാണാം. ഇത് പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ലൂസിഫറസ് എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സീകരണം അവർ നടത്തുന്നു. അവരുടെ ശരീരത്തിലുള്ള ATP അഥവാ അഡിനോസിൻ ട്രിഫോസ്ഫേറ്റ് എന്ന രാസവസ്തുവാണ് ഇതിനാവശ്യമായ ഊർജം നൽകുക.
ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുതിയ രാസവസ്തുക്കൾക്ക് ഉയർന്ന ഊർജമാണ് ഉള്ളത്. ഊർജ്ജനില താഴ്ത്താൻ വേണ്ടി അധികമുള്ള ഊർജത്തെ പ്രകാശരൂപത്തിൽ അവ പുറത്തേക്ക് വിടുന്നു. ഈ പ്രകാശത്തിന് മഞ്ഞയോ ഓറഞ്ചോ നിറമായിരിക്കും. ഉദരഭാഗത്തെ പേശികൾ ഇടയ്ക്കിടെ സങ്കോചിപ്പിച്ചാണ് വെളിച്ചമുണ്ടാക്കുന്ന രാസപദാർത്ഥം അവർ പുറത്തു വിടുന്നത്. അതുകൊണ്ടാണ് വെളിച്ചം ഇടപെട്ട് മാത്രം ഉണ്ടാകുന്നത്. ആൺമിന്നാമിനുകൾ താഴ്ന്നും പൊങ്ങിയുമാണ് പറക്കുക. എന്നാൽ പറന്നുയരുമ്പോൾ മാത്രമേ പ്രകാശം അവർ പുറപ്പെടുവിക്കുകയുള്ളൂ. അവ താഴുമ്പോൾ പ്രകാശം കെടുന്നു. ആൺമിന്നാമിനുകൾ 6 സെക്കൻഡ് ഇടവിട്ട് 4-5 പ്രാവശ്യം മിന്നുമ്പോൾ ചില പെൺമിന്നാമിനുകൾ മങ്ങാതെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ചിലത് 2 സെക്കൻഡ് ഇടവിട്ട് 2-3 പ്രാവശ്യം മിന്നുന്നു. ചിലയിനം മിന്നാമിനുങ്ങളിൽ പ്രായപൂർത്തിയായവ മാത്രമേ പ്രകാശിക്കൂ. എന്നാൽ വേറെ ചില ഇനങ്ങളിൽ മുട്ട, ലാർവ, പൂർണ്ണവളർച്ചയെത്തിയ പ്രാണികൾ എന്നിവയെല്ലാം പ്രകാശിക്കുന്നു. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് ഒട്ടും ചൂടില്ല. അഥവാ ഊർജത്തിൻ്റെ ഏതാണ്ട് 100% പ്രകാശമായി മാറുന്നു. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം തണുത്ത വെളിച്ചമാണെന്ന് പറയുന്നത്. എന്നാൽ നാം ഉപയോഗിക്കാറുള്ള ബൾബുകൾ, CFL, ഇലക്ട്രിക് ആർക്ക് ലൈറ്റ് മുതലായവയിൽ ഊർജത്തിൻ്റെ വലിയൊരു പങ്കും താപമായി നഷ്ടപ്പെടുന്നു. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ കഴിയുമെന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.